ഓരോ ദൈവവൈതലും ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നവരാണ്. എന്നാൽ പ്രതികൂലതകളിൽ നമ്മളുടെ ആരാധന എങ്ങനെയാണ്? നാം തനിച്ചിരിക്കുമ്പോൾ നമ്മളുടെ ആരാധന എങ്ങനെയാണ്? അതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. എപ്പോഴാണ്? അർദ്ധരാത്രിയിൽ. എന്താ കാരണം? അവർ കാരാഗ്രഹത്തിലാണ്. അവരുടെ വസ്ത്രമെല്ലാം അവരെ വലിച്ചു കീറി, അവരെ കോൽ കൊണ്ട് അടിപ്പിച്ച് കഠിനമായി ഉപദ്രവിച്ച് കാരാഗ്രഹത്തിൽ അകത്തെ മുറിയിലാക്കി കാൽ ആമത്തിലിട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്. ഈ ആരാധന വലിയ കാര്യം ചെയ്യുവാൻ ദൈവത്തിന് ഇടയായി. കാരണം ഇവരുടെ ആരാധന മൂലം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഭൂകമ്പം പോലെ ഒരു വലിയ സംഭവമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലെല്ലാം തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. വലിയൊരു സംഭവം അവിടെ നടന്നു. കാരാഗ്രഹ പ്രമാണി ഭയന്നുപോയി. കാരാഗ്രഹ പ്രമാണി തന്നെ ചോദിക്കുന്നു, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഇവരുടെ ഈ ഒരു സംഭവത്തിൽ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും അന്ന് അവിടെ ഉണ്ടായിരുന്നവരുമെല്ലാം കർത്താവിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അപ്പോസ്തലൻ അവരോട് പറയുന്നു. നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രതികൂലതകൾ, കാരാഗ്രഹത്തിലല്ല നമ്മൾ, എന്നാൽ പല കാരാഗ്രഹ അനുഭവങ്ങളും, നൊമ്പരങ്ങൾ, നമ്മളുടെ വേദനകളുടെ നടുവിൽ, നിന്ദയുടെ നടുവിൽ, പരിഹാസത്തിൻ്റെ നടുവിലൊക്കെ നമ്മൾ ദൈവത്തെ ഹൃദയപൂർവ്വം ആരാധിച്ചാൽ, രോഗത്തിൻ്റെ നടുവിൽ നാം ആരാധിച്ചാൽ, അതുപോലെയുള്ള പ്രതിസന്ധികളുടെ നടുവിൽ മക്കൾ നമ്മളെ നൊമ്പരപ്പെടുത്തുമ്പോൾ നമ്മൾ ആരാധിച്ചാൽ, സംഭവിച്ചതൊക്കെ നീ അറിഞ്ഞിട്ടാണെന്നും പറഞ്ഞ് സ്തോത്രം ചെയ്താൽ അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കും. എങ്ങനെ അത്ഭുതം നടക്കുന്നതെന്നൊന്നും പറഞ്ഞു തരാൻ എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ നമ്മൾക്ക് ആവശ്യമായിരിക്കുന്ന സ്വസ്ഥതയിലുള്ള അത്ഭുതം ദൈവം ചെയ്തു തരും എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. പ്രതിസന്ധികളിൽ നാം ആരാധിച്ചിട്ടുണ്ടോ? ഒരിക്കലൊരു സഹോദരി എന്നോട് പറഞ്ഞു, അയ്യോ അതൊരിക്കലും സാധിക്കത്തില്ല, നമ്മളെങ്ങനെ പ്രതികൂലതകൾ വരുമ്പോൾ ആരാധിക്കാൻ പറ്റും? നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുകയല്ലേ? നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കാം, പക്ഷേ ആരാധനയാണ് നമ്മളെ വിടുതൽ നൽകി നമ്മൾക്ക് ആവശ്യമായ സ്വസ്ഥത നൽകുന്നത്. അതുകൊണ്ട് പ്രതികൂലതകളിൽ ഒന്ന് ആരാധിക്കാനൊന്നിരിക്കാമോ? അത് ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്ന സന്ദർഭമായി തീരും. അതിന് ദൈവം നമ്മെ സഹായിക്കും.